ഓക്കെ, സോ ഇതാണ് ഓപ്പോയുടെ ലേറ്റസ്റ്റ് ഓപ്പോ ഫൈൻഡ് X9 Pro. ഇതാണ് അതിന്റെ ബോക്സ്. ടിപ്പിക്കൽ ഓപ്പോ സിൽവർ പാക്കേജിംഗിലാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഒബ്വിയസ്ലി ഫോണുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സിലിക്കൺ കേസ്, മാച്ചിങ് കളറിലാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. എനിക്ക് തോന്നുന്നത് ഈ വർഷം ഇറങ്ങിയിട്ടുള്ളതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഫോണാണ്. സ്പെഷ്യലി ഈ വൈറ്റ് കളർ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി വെരി നൈസ്. ആൻഡ് ഓപ്പോ ഫൈനലി കഴിഞ്ഞ 3 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു റൗണ്ട് ക്യാമറ മോഡ്യൂൾ മാറ്റിയിട്ട് ഇത്തവണ കർവ്ഡ് കോർണേഴ്സ് ഉള്ള ഈ ക്യാമറ ഐലൻഡ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ ക്യാമറ മോഡലിന് ചുറ്റും മെറ്റൽ കേസിംഗ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓവറോൾ നല്ലൊരു ക്ലീൻ ആൻഡ് പ്രീമിയം ലുക്കിലാണ് വരുന്നത്. വെയിറ്റ് ലേശം കൂടിയിട്ടുണ്ട്, 224 ഗ്രാം ആണ് വെയിറ്റ്. പക്ഷേ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. കാരണം അതിനുള്ള കാരണമാണ് ഇതിൽ തന്നിരിക്കുന്ന കൂടിയ സൈസ് ഉള്ള ബാറ്ററി, പിന്നെ വന്നിരിക്കുന്ന പുതിയ അപ്ഗ്രേഡഡ് ടെലിഫോട്ടോ ക്യാമറ. കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഫ്രെയിം അല്ലെങ്കിൽ ബോക്സി ഡിസൈനിലാണ് വരുന്നത്. പിന്നെ പുതിയൊരു സ്നാപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മളിത് ഓൾറെഡി മറ്റു ഫോൺസിലേക്ക് കണ്ടതാണ്, അറിയാലോ. കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ബട്ടൺ ആണ്. നമുക്ക് പലതരത്തിലുള്ള ഫംഗ്ഷൻസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ അസൈൻ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന USB 3.2 ടൈപ്പ് സി പോർട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഇസ് വെരി വെരി ഗുഡ്. അതായത് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഹാപ്റ്റിക്സ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ക്രിസ്പും ജെന്റലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കഴിഞ്ഞ വർഷം വന്ന ഫൈൻഡ് X Pro ഉണ്ടായിരുന്ന ആ സെയിം ക്വിക്ക് ബട്ടൺ ഇത്തവണ വന്നിട്ടുണ്ട്. ഡബിൾ പ്രസ് ചെയ്ത് ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം, സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം, പ്രസ് ചെയ്തിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അതാണ് ബേസിക്കലി ക്വിക്ക് ബട്ടൺ. ഫൈൻഡ് X8 Pro പോലെ തന്നെ ഈ ഫോണും നല്ല പ്രീമിയം ഗ്ലാസ് ബാക്ക് ആൻഡ് അലൂമിനിയം ഫ്രെയിമായാണ് വരുന്നത്. അതായത് ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. അത് നിങ്ങൾക്കും പിന്നെ ഇത് കാണുന്ന ആൾക്കും മനസ്സിലാവും. ആൻഡ് ഇത്തവണയും IP68 ആൻഡ് IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. ടൈറ്റാനിയം ചാർക്കോൾ ആൻഡ് സിൽക്ക് വൈറ്റ് ആണ് 2 കളർ ഓപ്ഷൻസ്. ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പറയുന്നതിന് മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത്തവണ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 4 സൈഡും ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആണ്. പിന്നെ ബ്രൈറ്റ്നസ് ഇത്തവണ കൂട്ടി 1800 നിറ്റ്സ് ആക്കിയിട്ടുണ്ട്. HBM ബ്രൈറ്റ്നസ്. പീക്ക് ബ്രൈറ്റ്നസ് ആണ് 3600 നിറ്റ്സ്. ഓക്കെ, സോ ഔട്ട്ഡോർ ഇൻഡോർ വിസിബിലിറ്റി ഒക്കെ പക്കയാണ്. നിങ്ങൾ ഒരു ഇഷ്യൂവും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ Gorilla Glass 7 ആയി അപ്ഗ്രേഡ് ചെയ്ത് Gorilla Glass Victus 2 ആക്കിയിട്ടുണ്ട്. സോ കുറച്ചും കൂടി ഡ്രോപ്പ് ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിരിക്കും. ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് മേജർ അപ്ഗ്രേഡ് ഫിംഗർ പ്രിന്റ് സ്കാനറിലാണ്. അത് ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഇത്തവണ 3D അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആക്കിയിട്ടുണ്ട്. അതായത് കൂടുതൽ റിലയബിൾ ആണ്. പിന്നെ കയ്യിൽ നനവോ അല്ലെങ്കിൽ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിലും ഈസിലി നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്നറിയാം, ഇതിന്റെ ലോ ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ മാനുവലി ബ്രൈറ്റ്നസ് കുറയ്ക്കുമല്ലോ രാത്രിയൊക്കെ ആകുമ്പോൾ, ഓട്ടോ ബ്രൈറ്റ്നസ് ഉണ്ട്. ഏറ്റവും മിനിമം, അതായത് ഏറ്റവും താഴത്തെ ബ്രൈറ്റ്നസ്സിൽ വെക്കുമ്പോൾ നല്ല ഡാർക്കാണ്. സോ നമ്മൾ രാത്രി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമല്ലോ, ആ സമയത്ത് ഇറ്റ്സ് വെരി വെരി നൈസ് ആക്ച്വലി. നല്ല കംഫർട്ടബിൾ ആണ് ആക്ച്വലി. ബ്രൈറ്റ്നസ് ഇത്രയും കുറവായതുകൊണ്ട് 1 നിറ്റ് വരെ പോകുന്നുണ്ട്. അതാണ് ഏറ്റവും മിനിമം ബ്രൈറ്റ്നസ്. പിന്നെ ലോ ബ്രൈറ്റ്നസ്സിൽ ഫ്ലിക്കറിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള 2160 Hz PWM ഡിമ്മിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ വെരി വെരി ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. അതായത് കഴിഞ്ഞ വർഷം വന്ന സെയിം 6.78 ഇഞ്ച് സൈസുള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 1.5K AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. HDR10+ ആൻഡ് ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. LTPO പാനലാണ്. സോ ഈ ഡിസ്പ്ലേക്ക് 1 Hz to 120 Hz വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. പിന്നെ ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ല, ഐ തിങ്ക് ദിസ് ഇസ് ദി സ്മോളസ്റ്റ് ബെസൽ ഇൻ എനി സ്മാർട്ട് ഫോൺ. സോ ഓവറോൾ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. കൂടെ വന്നിരിക്കുന്ന സ്പീക്കറും നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. നല്ല ലൗഡ് ആൻഡ് ക്രിസ്പ് സൗണ്ട് ആണ് സ്പീക്കറിൽ നിന്ന് വരുന്നത്. MediaTekന്റെ Dimensity 9400 ചിപ്സെറ്റ് അപ്ഗ്രേഡ് ചെയ്ത് MediaTekന്റെ തന്നെ ഏറ്റവും പവർഫുൾ Dimensity 9500 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ടോപ്പ് ക്ലോക്ക് സ്പീഡ് 3.63 GHz നിന്ന് കൂട്ടി 4.21 GHz ആക്കിയിട്ടുണ്ട്. GPU ഉണ്ടല്ലോ, അതായത് ARMന്റെ G1 Ultra GPU ആണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് സീരിയസ്ലി വെരി വെരി പവർഫുൾ. ഈവൻ ബെഞ്ച് മാർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ A19 Proയിലുള്ള GPUവിനേക്കാളും പവർഫുൾ GPU ആണ് ഈ Dimensity 9500 തന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വന്ന ഫൈൻഡ് X8 Proയിൽ 2.8 million ആയിരുന്നു AnTuTu സ്കോർ. എന്നാൽ ഇത്തവണ വന്നിരിക്കുന്ന ഫൈൻഡ് X9 Proയിൽ ഏകദേശം 3.7 million ആണ് AnTuTu സ്കോർ കിട്ടുന്നത്. സോ സീരിയസ്ലി ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ചിപ്സെറ്റ്. സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്ത് UFS 4.0 നിന്ന് UFS 4.1 ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊതുവേ കളിക്കാറുള്ള ഗെയിംസ് BGMI ആണെങ്കിലും COD ആണെങ്കിലും Genshin Impact ആണെങ്കിലും എല്ലാം ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ ഈസിലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റേബിൾ FPS ആണ് കിട്ടുന്നത്. പിന്നെ അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ, ഫ്രെയിം ഡ്രോപ്സ് അങ്ങനെയൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. ലേറ്റസ്റ്റ് Android 16 ബേസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ColorOS 16 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ ഓപ്പോ 5 വർഷത്തെ OS അപ്ഡേറ്റിന് വേണ്ടിയുള്ള പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് നൈസ് ആക്ച്വലി. മിനിമം 5
വർഷമെങ്കിലും കൊടുക്കണം 2025 ഇറങ്ങുന്ന ഫ്ലാഗ്ഷിപ്സ്. സോ പുതിയ ഫ്ലക്സ് തീം 2.0 വന്നിട്ടുണ്ട്. അതായത് ആ ഒരു സ്മൂത്ത് ആനിമേഷൻസ് ഉണ്ടല്ലോ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ലോക്ക് സ്ക്രീൻ, ഹോം സ്ക്രീൻ, അതിൻ്റെ 2ാം വെർഷൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഐക്കൺസ് റൈറ്റിലേക്കും താഴേക്കും ഇങ്ങനെ വലുതാക്കാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആപ്പ് ഗാലറിയിൽ കാറ്റഗറീസിൻ്റെ ടാബ് വന്നിട്ടുണ്ട്. ആൽബം അല്ലെങ്കിൽ ഫോട്ടോസ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി അവർ UI ഒക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയ കോമ്പസ് ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഓവറോൾ ആനിമേഷൻസ് ഉണ്ടല്ലോ, അതായത് ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, അതൊക്കെ വളരെ വളരെ സ്മൂത്ത് ആൻഡ് വളരെ ഫാസ്റ്റ് ആണ്. പിന്നെ ഓപ്പോയുടെ O+ കണക്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഫോണിൽ നിന്ന് മറ്റേ ഐഫോണിലേക്ക് അല്ലെങ്കിൽ മറ്റേ ഐഫോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റിംഗ്സിൽ കയറി നോക്കിയാൽ ഒരുപാട് AI ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AI റൈറ്റർ, AI ട്രാൻസ്ലേറ്റ്, AI വോയിസ് സ്ക്രൈബ്, AI റെക്കോർഡർ, ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുള്ള AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഗാലറി ബേസ്ഡ് AI ഫീച്ചേഴ്സ്, അവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത്തവണ ഗൂഗിൾ ജെമിനി ആൻഡ് മൈൻഡ് സ്പേസ് AI തമ്മിൽ അവർ ക്രോസ് ആപ്പ് ഇൻറ്റിഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ജെമിനി വഴി മൈൻഡ് സ്പേസിൽ സേവ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളുടെ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആ ആളിനെ കുറിച്ച് ഇൻഫോർമേഷൻ ചോദിച്ചാൽ ഗൂഗിൾ ജെമിനിക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. വെരി യൂസ്ഫുൾ. പിന്നെ ഇത്തവണ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ് ഒന്നും വരുന്നില്ല. അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, ബ്ലോട്ട്വെയർസ് ഒന്നും ഞാൻ കണ്ടില്ല. നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. Find X 8 Proയിൽ ഉണ്ടായിരുന്ന 5910 mAh ബാറ്ററി അപ്ഗ്രേഡ് ചെയ്ത് 7500 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബിഗ്ഗസ്റ്റ് ബാറ്ററി ആയിരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐ തിങ്ക് ഓവറോൾ നോക്കിയാലും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബാറ്ററി ആയിരിക്കും ഒരു ഫോണിൽ, ഇന്ത്യയിലുള്ള ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. 7500 mAh ബാറ്ററിയാണ്. ഇൻസെയിൻ ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. അതായത് 1.5 ദിവസമൊക്കെ വെറുതെ പോകുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ഹെവി കാര്യങ്ങൾ ചെയ്താലും 1.5 ദിവസം പോകും. ഇനീഷ്യൽ എക്സ്പീരിയൻസിൽ ഇറ്റ്സ് വെരി വെരി നൈസ്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, നോ ഡൗട്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് തന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം 70 മിനിറ്റ് കൊണ്ട് ഈ വലിയ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് അല്ലെങ്കിൽ എയർ വോക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൻ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള ഫീച്ചറും ഈ ഫോണിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഇനിയാണ് നിങ്ങളിൽ പലരും കാത്തിരുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ. സോ കഴിഞ്ഞ വർഷം 4 ക്യാമറ ആയിരുന്നു, ഇത്തവണ അത് കുറച്ച് 3 ആക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കതിൽ അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. കാരണം ഇത്തവണ വന്നിരിക്കുന്ന ടെലിഫോട്ടോ ഉണ്ടല്ലോ, മ്യാരക ഐറ്റമാണ്. 200 മെഗാ പിക്സൽ ടെലിഫോട്ടോ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് യെസ്, ഹാസൽ ബ്ലാഡുമായിട്ടുള്ള കൊളാബറേഷൻ ഉള്ള ക്യാമറയാണ്. ഓക്കെ, സോ മെയിൻ ക്യാമറ ഇത്തവണ സോണി LYT 808 നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് 50 മെഗാ പിക്സൽ സോണി LYT 828 ആക്കിയിട്ടുണ്ട്. അൾട്രാവൈഡ് ക്യാമറ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ സാംസങ് JN5 സെൻസറുള്ള ക്യാമറയാണ്. ഇത്തവണ വന്നിരിക്കുന്ന ടെലിഫോട്ടോ ആണ് സാംസങ്ങിൻ്റെ 200 മെഗാ പിക്സലിൻ്റെ 3x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ ക്യാമറ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വർഷം ടെസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ അല്ലെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാമറാസ് ആയിരിക്കും. വളരെ നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. ഓക്കെ, 200 മെഗാ പിക്സൽ ആയതുകൊണ്ട് നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ എന്നെ ഇംപ്രസ് ചെയ്ത് എന്താണെന്നറിയാം, എച്ച് ഡിറ്റക്ഷൻ ആണ്. അതായത് തലമുടിയിലുള്ള ഓരോ നാരുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം ക്ലോസപ്പ്, അതിനെ പോലും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ക്ലോസപ്പ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിൽ അത് നല്ലതാണ്. ഈവൻ ലോ ലൈറ്റ് ഫോട്ടോസ് ആണെങ്കിലും ഇൻഡോർ ഫോട്ടോസ് ആണെങ്കിലും, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും അതിൽ നല്ലൊരു എഫക്റ്റ് ആണ് കിട്ടുന്നത്. പിന്നെ സൂം നോക്കുകയാണെങ്കിൽ 1x 2x 3x 6x ആൻഡ് നമുക്ക് വേണമെങ്കിൽ 120x വരെ സൂം ചെയ്യാൻ പറ്റും. മാക്രോ മോഡ് മെയിൻ ക്യാമറയിൽ മാത്രമേ ബൈ ഡിഫോൾട്ട് വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടെലിഫോട്ടോ 200 മെഗാ പിക്സൽ ആയതുകൊണ്ട് ടെലിഫോട്ടോയിൽ 6x ഇട്ടുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. 200 മെഗാ പിക്സൽ ആയതുകൊണ്ടാണ് 6xലും ഇത്രയും നല്ല ക്ലാരിറ്റി കിട്ടുന്നത്. നല്ല മാക്രോ ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ ബൈ ഡിഫോൾട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 50 മെഗാ പിക്സലാണ്. വേറെ സെറ്റിംഗ്സിൽ കയറിയിട്ട് ഹൈ റെസൊല്യൂഷൻ 50 മെഗാ പിക്സൽ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ബൈ ഡിഫോൾട്ട് 50 മെഗാ പിക്സൽ കിട്ടുന്നുണ്ട്. ആൻഡ് ദ ഡീറ്റെയിൽ ഇസ് ഫാന്റാസ്റ്റിക്. ഞാൻ ആക്ച്വലി സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഈ ഫോട്ടോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിൻ്റെ ഇങ്ങനെ ഡിസൈൻ കാര്യങ്ങൾ ത്രെഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയും ഡീറ്റെയിൽസ് ഉണ്ട് എല്ലാ ഫോട്ടോസിൽ. പിന്നെ ഈ 50 മെഗാ പിക്സൽ ഉണ്ടല്ലോ, ഇത് അഡാപ്റ്റീവ് ആണ്. അതായത് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ 50 മെഗാ പിക്സലിൽ എടുക്കും. ലൈറ്റ് ലേശം കുറഞ്ഞാൽ ഐ തിങ്ക് 24-26 മെഗാ പിക്സലിലേക്ക് മാറ്റും. ഇനി നൈറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ലോ ലൈറ്റ് ആണെങ്കിൽ ആ പിക്സൽ ബിന്നിങ് വേണമല്ലോ, കംപ്ലീറ്റ് ഇൻഫോർമേഷൻ, കൂടുതൽ ഇൻഫോർമേഷൻ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പിക്സൽ ബിന്നിങ് ചെയ്തിട്ട് അത് 14 മെഗാ പിക്സൽ ഫോട്ടോസ് ആണ് തരുന്നത്. പിന്നെ ഓപ്പോയുടെ സ്വന്തം ലൂമോ ഇമേജ് എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോണിലുള്ള ക്യാമറ പ്രോസസ്സിംഗ് ചെയ്തിരിക്കുന്നത്. അതായത് നോയ്സ് റിഡക്ഷൻ ആണെങ്കിലും HDR ആണെങ്കിലും കളർ പ്രോസസ്സിംഗ് ആണെങ്കിലും എല്ലാം നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. ഞാൻ ഫോട്ടോ സാമ്പിൾസ് സൈഡ് ബൈ സൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. അതിന്റെ കൂടെ തന്നെ ട്രൂ കളർ ക്യാമറയും വരുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ ലെൻസസിൽ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് സെയിം കളേഴ്സ് കിട്ടാൻ വേണ്ടി. പിന്നെ ഓവറോൾ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ കാണുന്ന കളേഴ്സ്
കളേഴ്സ് തന്നെ ഫോട്ടോസിൽ വരാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു ട്രൂ കളർ ക്യാമറ. അൾട്രാവൈഡ് ക്യാമറ നല്ല റിസൾട്ടാണ് തരുന്നത്. അതായത് കളർ കൺസിസ്റ്റൻസി ഉണ്ട്. അതായത് മെയിൻ ക്യാമറയിൽ കിട്ടുന്ന ഏകദേശം അതേ കളേഴ്സ് അൾട്രാവൈഡ് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. HDR ഒക്കെ നല്ലോണം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഹാസൽബ്ലാഡിന്റെ എക്സ്പാൻഡ് മോഡ് ഉണ്ട്. അതായത് ഈ പാനോറമിക് മോഡ് ഉണ്ട്. ആക്ച്വലി പാനോറമിക് അല്ല, പാനോറ നമ്മൾ നോർമൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള ക്യാപ്ചർ ചെയ്യുന്നത്, അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യുന്ന മോഡാണ്. ഇറ്റ്സ് ഒരു വളരെ യുണീക്ക് ഒരു സംഭവമാണ്. അതായത് പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഒക്കെ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ, അങ്ങനത്തെ ഫിൽറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ ഒന്ന് ഇട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഞാൻ ചില ഫോട്ടോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. പിന്നെ ഹാസൽബ്ലാഡിന്റെ മാസ്റ്റർ മോഡ് വരുന്നുണ്ട്. അതായത് പ്രോ മോഡ് ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഷട്ടർ സ്പീഡും ഫോക്കസും അതൊക്കെ മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ആ പറഞ്ഞ മോഡും വരുന്നുണ്ട്. സെൽഫി ക്യാമറയും അപ്ഗ്രേഡ് ചെയ്ത് 32 മെഗാ പിക്സലിൽ നിന്ന് 50 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. നല്ല ക്ലിയർ ഡീറ്റെയിൽസ് ഉള്ള നല്ല സ്കിൻ ടോൺ ഉള്ള സെൽഫി ഫോട്ടോസ് ആണ് എടുത്തിരുന്നത്. നോക്കി, വെരി ഗുഡ് സെൽഫി ഫോട്ടോ പെർഫോമൻസ്. തലയുടെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും സ്കൈ ഉണ്ടെങ്കിലും ഫേസ് ഒക്കെ നല്ല ക്ലിയർലി കാണിക്കുന്നുണ്ട്. പോർട്രേറ്റ് സെൽഫീസിലുള്ള കട്ട് ഔട്ട് ആണെങ്കിലും ബ്ലർ ആണെങ്കിലും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ ഇത്തവണ ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഷാർപ്പ് ആൻഡ് ഫോക്കസിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. മെയിൻ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 4K 120 FPS വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. വീഡിയോ ക്വാളിറ്റി ഈസ് വെരി നൈസ്. നല്ല ഡീറ്റെയിൽ ഉള്ള സ്കിൻ ടോൺ കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ഉള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡോൾബി വിഷൻ മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് മാക്സിമം 4K 60 FPS എടുക്കാൻ പറ്റും. ആൻഡ് ലോഗ് ഫുട്ടേജിന് വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് മാക്സിമം 4K 120 FPS. സോ നമുക്ക് വേണമെങ്കിൽ 4K 120 FPS ലോഗ് മോഡിലുള്ള വീഡിയോസ് ക്യാപ്ചർ ചെയ്തിട്ട് പിന്നീട് അത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ട് എഡിറ്റ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. സെൽഫി വീഡിയോ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതായത് ചെറിയ രീതിയിലുള്ള സ്കിൻ ടോണിൽ വെളുപ്പിക്കൽ വരുന്നുണ്ട് ഈ സെൽഫി വീഡിയോ എടുക്കുമ്പോൾ. ഫോട്ടോസിൽ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. സെൽഫി വീഡിയോയിൽ ചെറിയൊരു ആ ഒരു വൈറ്റനിങ് വരുന്നുണ്ട്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. സോ കഴിഞ്ഞ വർഷം വന്ന Find X8 Proമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പോ മിക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ, ബാറ്ററി, ചാർജിങ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എവിടെയെങ്കിലൊക്കെ അവർ ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഐ തിങ്ക് നിങ്ങൾ ക്യാമറ പോയിന്റ് ഓഫ് വ്യൂ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് നല്ല ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓപ്പോ Find X9 Pro ചെക്ക്ഔട്ട് ചെയ്യാം. ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സാക്ട് പ്രൈസ് എനിക്ക് അറിയില്ല. ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ്, തീർച്ചയായിട്ടും ഫ്ലാഗ്ഷിപ്പ് പ്രൈസിലായിരിക്കും വരുന്നത്. ഓക്കെ, എനിവേ പ്രൈസും ഓഫേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് TWS സീരീസ് ആയ ഓപ്പോയുടെ എൻകോ സീരീസ് ഉണ്ടല്ലോ, ആ സീരീസിന്റെ ഭാഗമായിട്ട് ഈ കാണുന്ന എൻകോ ബഡ്സ് 3 Pro പ്ലസും ഓപ്പോ ഈ ഫോണിന്റെ കൂടെ തന്നെ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ചെക്ക്ഔട്ട് ചെയ്യാം. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.